ഹലോ, വെൽക്കം ടു കറി ലീവ്സ്. ചക്കയുടെയും മാങ്ങയുടെയും സീസണാണല്ലോ. അപ്പോൾ ഒരു പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചക്ക വറുത്തുന്നത് എന്നുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ചക്ക നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചക്ക വേവിക്കുന്നതിനായിട്ട് 3/4 ഗ്ലാസ് വെള്ളം കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. കുക്കറിലായതുകൊണ്ട് വളരെ പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ മതി. ചക്ക ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. എല്ലാം വേവിച്ചു അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വരട്ടുന്ന പരിപാടി തുടങ്ങാം. ഞാൻ വരട്ടുന്ന പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ശർക്കര ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ശർക്കര ഉരുക്കിയിട്ട് അതിലേക്ക് ഈ അരച്ച ചക്ക ഇട്ടിട്ട് അങ്ങ് വരട്ടാവുന്നതാണ്. ഇവിടെ ശർക്കര കുറവായതുകൊണ്ട് ഇനി വാങ്ങിയിട്ട് വേണം ശർക്കര ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊരു 2-3 ദിവസം വരട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. ചക്കയിൽ ജലാംശം നല്ലോണം ഉള്ളതുകൊണ്ട് അത് വരട്ടുമ്പോൾ ഇങ്ങനെ തെറിക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് വേണം വരട്ടാൻ. ഇത് 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കി ചേർക്കുന്നത് കാണിക്കാൻ വിട്ടുപോയി. ഞാനിതിലേക്ക് ശർക്കര ഉരുക്കി ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നീട് വീണ്ടും വരട്ടാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസമായിട്ട് പെട്ടെന്ന് നമുക്ക് വരട്ടാൻ പ്രയാസമാകും. 2 മണിക്കൂർ എടുക്കും വരട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ രാവിലെ കുറച്ച് നേരം വരട്ടും, എന്നിട്ട് ഓഫാക്കിയിട്ട് അവിടെ അടച്ചു വെക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും കുറച്ച് നേരം വരട്ടും. 1/2 മണിക്കൂർ വരട്ടിയിട്ട് അവിടെ ഓഫാക്കിയിട്ട് വെക്കും. 2-3 ദിവസമായിട്ട് വരട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് 1/2 കിലോ ശർക്കരയാണ് ഞാൻ ചേർത്തത്. അങ്ങനെ ഞങ്ങൾ ചക്ക വരട്ടുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി തുടങ്ങി. ചക്കയിലെ ജലാംശം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് മനസ്സിലാവും വരണ്ട് തുടങ്ങി നല്ലോണം എന്നുള്ളത്. ഇനിയിപ്പം വരട്ടാനും നമുക്ക് കുറച്ച് പ്രയാസം കൂടും. തിക്കായതുകൊണ്ട് ഇളക്കി വരട്ടുമ്പോൾ കുറച്ച് കൈവേദനയൊക്കെ വരും. നിങ്ങൾ ഇത് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാനാണെങ്കിൽ ഇത്രയൊന്നും വരട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ കുറച്ച് നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വരട്ടുന്നത്. ഇങ്ങനെ വെള്ളം മുഴുവൻ വറ്റിച്ചിട്ട് വരട്ടിയാൽ നമുക്കിത് 1 കൊല്ലം വരെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഫ്രിഡ്ജിൽ. കണ്ടില്ലേ, ഇളക്കാനുള്ള പ്രയാസം കൂടി വരികയാണ്. അടുക്കി പിടിക്കുകയും ചെയ്യും. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അങ്ങനെ വരട്ടി കഴിഞ്ഞു. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം വല്ല ജാറിലോ പാത്രത്തിലോ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം. ഇനി ഈ വരട്ടി വെച്ചതിനെ കൊണ്ട് അടയും അപ്പവും പായസമൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.